അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഖുർആനും സ്വഹാബത്തും എന്ന എപ്പിസോഡിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചവരാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് 22 വർഷം കഴിഞ്ഞിട്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭൂജാതനാകുന്നത്. ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ പിതാവ് മരണപ്പെടുകയും യതീമായി വളരുകയും ചെയ്തവരാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രധാനമായും ആടിനെ മേയ്ക്കുന്ന ഒരു ജോലിയായിരുന്നു മഹാനവറുകൾ ചെയ്തിരുന്നത്. ആട് മേയ്ക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും കൂടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വരുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആടിനെ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് പാല് തരുമോ എന്ന്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, എൻ്റെ യജമാനൻ ഉഖബത്ത് ബിനു അബി മുഈത്ത് എന്നവരുടെ ആടാണിത്, എനിക്ക് അതിനെ മേയ്ക്കാനുള്ള ഒരവകാശം മാത്രമേ ഉള്ളൂ, പാല് തരാനൊന്നും എനിക്ക് പറ്റില്ല എന്ന രൂപത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നാൽ ഒരു ചെറിയ ആട് നിങ്ങളുടെ അടുക്കലുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഒരു ചെറിയ ആട്ടുംകുട്ടിയെ അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ അകിടിൽ ഇങ്ങനെ തടവി കൊടുത്തു. ആ സമയത്ത് അതിൻ്റെ അകിട് വീർത്ത് വരികയും ഇത് കണ്ട സിദ്ദീഖ് തങ്ങൾ ഒരു പാത്രം കൊണ്ടുവന്ന് അതിൻ്റെ പാല് ആ പാത്രത്തിലേക്ക് കറന്നെടുക്കുന്നുണ്ട്. ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ സിദ്ദീഖ് തങ്ങളും അതിൻ്റെ ആ പാല് കുടിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിൻ്റെ അകിടിൽ ഇങ്ങനെ തൊട്ടിട്ട് പറയുന്നുണ്ട്, അഖ്ലിസ്, ഓ അകിടെ നീ ചുരുങ്ങ് എന്ന രൂപത്തിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ അകിട് ഇങ്ങനെ ചുരുങ്ങിപ്പോവുകയും ചെയ്തു. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നബി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വാക്ക് എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തിൽ ഇബ്നു മസ്ഊദ് തങ്ങളെ പ്രശംസിക്കുന്നുണ്ട്. ഇന്നക ഉലാമുൻ മുഅല്ലമുൻ, നീ പഠിപ്പിക്കപ്പെടാൻ പറ്റിയ കുട്ടിയാണ്, പഠിച്ചാൽ തിരിയുന്ന കുട്ടിയാണ് എന്ന രൂപത്തിലുള്ള ഒരു പ്രശംസ അവിടെ പ്രശംസിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ സംഭവം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് ഉണ്ടായതാണ്. തന്നെ വിശ്വസിപ്പിച്ചേൽപ്പിച്ച കാര്യത്തിൽ വഞ്ചന നടത്താത്ത ഒരു വലിയ സ്വഭാവത്തിനുടമയായിരുന്നു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ഇന്നക ഉലാമുൻ മുഅല്ലമുൻ എന്ന ഒരു പ്രശംസയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് കാണാം 70 സൂറത്തുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഖാദിമു കൂടെയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിൻ്റെയും മിസ്വാക്കിൻ്റെയും ഒക്കെ ഖാദിമായിട്ട് അറിയപ്പെട്ടിരുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളാണ്. അതുപോലെ തന്നെ മക്കയിൽ ആദ്യമായി ഖുർആൻ പരസ്യമായി ഓതിയ ഒരാൾ കൂടെയാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ധാരാളം യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടതാണ് ബദർ യുദ്ധം. അതൊരു സംഭവമുണ്ട്. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അബൂജഹലിൻ്റെ അവസ്ഥ ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അബൂജഹൽ ഇങ്ങനെ മുറിവ് പറ്റി അവശനായിരിക്കുകയാണ്. അബൂജഹലിൻ്റെ പുറത്ത് കയറി താടി ഇങ്ങനെ പിടിച്ചിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അബൂജഹലിനെ ഇങ്ങനെ ചൂടാക്കുകയാണ്. ഇത് കാണുന്ന അബൂജഹൽ പറയുന്നുണ്ട്, ഓ ആട്ടിടയനെ, എന്താണ് നീ ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് അബൂജഹലിൻ്റെ തല വെട്ടി ആ തലയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്ന് കൊണ്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ തലയാണ് ഇത് എന്ന് പറയുന്ന ഒരു രംഗം നമുക്ക് ബദർ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ മഹാനവറുകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ബദർ യുദ്ധം ഉൾപ്പെടെ ധാരാളം യുദ്ധത്തിലും മഹാനവറുകൾ പങ്കെടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ വലിയ പാണ്ഡിത്യത്തിനുടമയായിരുന്നു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ശഅബി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കൂഫയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഇൽമിനാൽ മികച്ച ഒരു സ്വഹാബിയെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത്രത്തോളം വലിയ പാണ്ഡിത്യത്തിനുടമയും കൂടിയാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഖുർആനുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.